Hello friends, welcome back to Anna's Ruchikootu. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നൂഡിൽസ് റെസിപ്പി ആണ്. ഞാൻ 2 നൂഡിൽസ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ചൈനീസ് നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാൻ 2 ഉണ്ടാക്കുന്നത്. അപ്പൊ 2 എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കാം. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കാൻ പോകുന്നത് പ്രോൺസ് നൂഡിൽസ് ആണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ബിഗിനേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോൺസ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്ന് ഫസ്റ്റ് നമുക്കത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ചരുവത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ നൂഡിൽസ് വേവിക്കണം. പ്ലെയിൻ നൂഡിൽസ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ നമുക്കത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് സ്വല്പം ഓയിൽ ഇടുന്നത് നല്ലതായിരിക്കും, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഓയിൽ ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റ്സ് വേണ്ട, അതിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ഒരു 3/4 വേവായാൽ മതി. അപ്പൊ നൂഡിൽസ് 2 നൂഡിൽസിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ സൈഡിൽ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് നൂഡിൽസ് ഒക്കെ ചെയ്യുമ്പോൾ, ഏത് ഐറ്റം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നൂഡിൽസും ആ രീതി തന്നെ ചെയ്യുന്നതായിരിക്കും ഈസി. കാരണം അങ്ങനെ ആയി കഴിഞ്ഞാൽ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് നമുക്ക്. അപ്പൊ ഇതൊന്ന് എടുക്കെടുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അധികം വേണ്ട, എടുക്കുക. ഇപ്പൊ നമ്മുടെ നൂഡിൽസ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. കുറച്ച് തണുത്ത വെള്ളം അതിന്റെ മേലെ അരിച്ച ശേഷം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ പിന്നെ ഒട്ടത്തില്ല കേട്ടോ. ഇപ്പൊ നൂഡിൽസ് വേവിച്ച ശേഷം നമ്മളൊരു സോസ് റെഡിയാക്കാൻ പോവാണ്. സോസ് റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് സോയാബീൻ സോസ് നമുക്ക് കുറച്ച് ഒഴിക്കാം. പിന്നെ ഓയിസ്റ്റർ സോസ്, ഇനി ടൊമാറ്റോ സോസ്, ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത് കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് മിക്സ് ചെയ്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ സോസ് റെഡി ആയിട്ടാ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം. ഇപ്പൊ ഇതേ നമ്മളൊരു ചൈനീസ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചൂടാക്കാൻ വെച്ച് ഹോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. സ്വല്പം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് സവാള, വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഉണക്കമുളക് സ്ലൈസ് ചെയ്ത് കൊടുത്തത്. ഒന്ന് സോട്ട് ചെയ്യാം പതുക്കെ. നമുക്ക് ചൈനീസ് ഐറ്റംസ് ആയതുകൊണ്ട് അറിയാലോ, ഓവർ കുക്ക് ഒന്നും ആവാൻ പാടില്ല. ലൈറ്റ് ആയിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ക്യാബേജും ക്യാപ്സിക്കം ഞാൻ ഗ്രീൻ ഇടുന്നത്. നിങ്ങൾക്ക് റെഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ നമുക്ക് ഇടാം. ഇതേപോലെ ക്യാബേജും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഒരേ ചൂടിൽ വേണം കേട്ടോ നമുക്കിത് കുക്കായി കിട്ടാൻ. ഇത് ഓവർ ഫ്ലെയിം കുറക്കാനും പാടില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ എപ്പോഴും ഇത് വെക്കാൻ.
ഫ്രണ്ട്സ്, ഞാൻ ചെമ്മീൻ ഇടുന്നത് റെക്കോർഡായില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ക്യാബേജും ക്യാപ്സിക്കും ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ സൈസ് ചെമ്മീൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ചെമ്മീൻ ഇട്ട ശേഷം ലാസ്റ്റ് ഞങ്ങൾ ഇട്ടത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസില്ലേ, അതും ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ അത് രണ്ടുമാണ് റെക്കോർഡ് ആവാതിരുന്നത്, അതുകൊണ്ടാണ് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ആ സോസും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സോസ് മിക്സ് ചെയ്ത ആ ബൗളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടെ അതിലേക്ക് കലക്കി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല സോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ നൂഡിൽസ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഈ ടൈമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നൂഡിൽസൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഫ്രണ്ട്സ്, ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിലും കുരുമുളക് കുറവുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഈ ടൈമിലാണ്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ. പിന്നെ ഒന്ന് ലാസ്റ്റത്തെ ഒരു മിക്സിങ് കൂടെ കഴിഞ്ഞ് നമ്മുടെ പ്രോൺസ് നൂഡിൽസ് റെഡിയാവും. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം. ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നിങ്ങൾ കണ്ടല്ലോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർക്കും ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിന് ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് നൂഡിൽസ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ നെക്സ്റ്റ് നൂഡിൽസ് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.